ഇടിച്ചു കുത്തി സംസാരിക്കും. കാറിലിരുന്ന് പൊളിച്ചടിച്ച്, കാറിൽ നിന്ന് ചാടിയിറങ്ങി ഇടിച്ചു കുത്തി സംസാരിച്ച്, പൊളിയടി പൊളിയടി, ചാട്ടത്തിന് ചാടി, അങ്ങനെ ഡാൻസ് ചെയ്ത് പൊളിയാക്കി. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫാറൂഖ് അഹമ്മദ്. KUF മീഡിയയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കല്യാണം പല രീതിയിലുള്ള ആഭാസത്രങ്ങൾ നടക്കുന്നുണ്ട് കല്യാണ ദിവസങ്ങളിൽ. അപ്പൊ അതിൽ നിന്നൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. പ്രത്യേകിച്ചിട്ട് ഈ മുസ്ലിം സമുദായങ്ങളിലെ കല്യാണങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കോപ്രായങ്ങളും ആഭാസത്രങ്ങളും നടക്കുന്നത്. മറ്റുള്ള ഇതര സമുദായങ്ങളിലെ കല്യാണങ്ങളെ അപേക്ഷിച്ച് ഇത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. വിവാഹം എന്നത് ഒരു പവിത്രമായ ഒരു ദിനമാണ്. ആ പവിത്രമായ ദിനങ്ങളിൽ ഇത്തരം കോപ്രായങ്ങൾ കാണിക്കുന്നതിനോട് ഒട്ടും യോജിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു പുതിയൊരു ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് വ്യക്തികളെ കല്യാണത്തിന്റെ റിസപ്ഷൻ, കല്യാണ ദിവസങ്ങളിൽ കൊണ്ടുവന്നിട്ട് ആഘോഷിക്കുന്നു. ഈ പെരേര, അതുപോലെ തന്നെ ആറാട്ടൻ എന്നിവരുടെയൊക്കെ പേരുകൾ ഇതിൽ പരാമർശിക്കുന്നുണ്ട്. ഇവരൊക്കെ നല്ലൊരു ചാർജ് ഉണ്ട്. ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് ഒരു വ്യക്തികൾക്ക് ഈ പ്രതിഫലമായി കൊടുത്തിട്ടാണ് ഇവരെ കൊണ്ടുവന്നിട്ട് ഈ പാവങ്ങളെ വെച്ച് ഒരു കുരങ്ങ് കളിപ്പിക്കുന്നത്. ഇവർ ഈ പാവങ്ങൾക്ക് ഒരു ജീവിതമാർഗമാണെങ്കിൽ തന്നെ ഇവരെ ക്ഷണിച്ചു വരുത്തിട്ട് ആ പവിത്രമായ ആ ദിവസത്തില്, ആ പവിത്രമായ ആ വേളയിൽ ഇങ്ങനെയുള്ള കുരങ്ങ് കളിപ്പിക്കുന്ന രീതി ഒട്ടും യോജിച്ചതല്ല. ഇതൊക്കെ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? മുമ്പൊക്കെ ഈ പുതിയാപ്പിള ഇതിന്റെ രീതിയിലൊക്കെ വരുന്ന ശവപ്പെട്ടിയിൽ, അതുപോലെ തന്നെ മറ്റുള്ള രീതിയിലൊക്കെ പുതിയാപ്പിളമാരെ കൊണ്ടുവന്ന് വലിയൊരു കോലാഹലങ്ങൾ സൃഷ്ടിച്ചതാണ്. അപ്പൊ ആ സമയത്ത് ചില മഹലുകളൊക്കെ കടുത്ത തീരുമാനങ്ങൾ എടുത്തിരുന്നു. ഇത്തരം കോപ്രായങ്ങൾ കാണിക്കുന്ന കല്യാണങ്ങൾക്ക് യാതൊരുവിധ നിയമ സാധ്യതകളും കൊടുക്കൂല എന്നത്. പക്ഷെ അതൊക്കെ വെറും വാക്കുകളായിട്ട് ഒതുങ്ങിപ്പോയി എന്നതാണ് ഈ സംഭവങ്ങൾ പലതും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് കർശനമായ രീതിയിലുള്ള നടപടിയിലേക്ക് ഓരോ മഹല്ലുകളും പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ ഇത്തരം കോപ്രായങ്ങൾ നടക്കത്തില്ല. ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം. ഈ പാവങ്ങളെ ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, കാരണം ആ പാവങ്ങളുടെ ഒരു ജീവിത മാർഗമാണ്. പക്ഷെ അവരല്ല ഈ കുറ്റപ്പെടുത്തേണ്ടത്. ഇവർക്കെല്ലാ പ്രശ്നങ്ങളും ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ പാവങ്ങളെ വിളിച്ചു കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് കുരഞ്ഞു കൽപ്പിക്കുന്നവർക്കാണ് ഇവരെക്കാളും വലിയൊരു പ്രശ്നം എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം നല്ലൊരു ദിവസത്തിൽ, നല്ലൊരു ആതിഥ്യമായി പെരുമാറേണ്ട ആ ദിനത്തിൽ ഇങ്ങനെയുള്ള കോപ്രായങ്ങളൊക്കെ അത് എങ്ങനെ ഒരു എന്റർടൈൻമെന്റ്, ഒരു തമാശയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും? തമാശ പല രീതിയിലും ഉണ്ടാവില്ല. ഇതൊക്കെ എങ്ങനെ, ഏത് രീതിയിലാണ് ഒരുതരം കുരങ്ങ് കൽപ്പിക്കുകയല്ലേ ഈ പാവങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്? അതുകൊണ്ട് ഇത്തരം വിവാഹങ്ങൾക്കൊന്നും ഒരു നിലക്കും നിയമ സാധ്യതകൾ കൊടുക്കാൻ പാടില്ല. ഇത്തരം വിവാഹങ്ങൾ, ഇത്തരം ആഭാസത്രങ്ങൾക്കെതിരെ ഓരോ പ്രദേശങ്ങളിലും മഹല്ല് ഭാരവാഹികൾ ശക്തമായി രംഗത്ത് വരണം. ശക്തമായി രംഗത്ത് വന്നാൽ മാത്രം പോരാ, ഇത്തരം വിവാഹങ്ങൾക്കെതിരെ മാതൃകാപരമായിട്ടുള്ള നടപടിയും എടുക്കണം. എങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള തോന്നിവാസങ്ങൾ നമ്മുടെ സമുദായത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ പറ്റൂ.